നമസ്കാരം. കേരള PSCയുടെ ഫാം അസിസ്റ്റന്റ് എക്സാം വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ കേരള PSC എക്സാംസിന് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് പല പല ടോപ്പിക്സ് ഉണ്ട് അതിലൊരു ടോപ്പിക്കാണ് ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലോറിക്കൾച്ചറൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ അതിനകത്ത് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വരുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്നും അതിനകത്ത് വരുന്ന വെറൈറ്റീസ്, അതിൻ്റെ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ കേരള POP എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആന്തൂറിയം, ഓർക്കിഡ്സ്, ജാസ്മിൻ, ക്രൊസാൻഡ്ര, ഗ്ലാഡിയോളസ്, ട്യൂബറോസ്, ചൈനാസ്റ്റർ, മാരിഗോൾഡ് തുടങ്ങിയ ക്രോപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആന്തൂറിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊരു ക്രോപ്പ് എടുത്താലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതെങ്ങനെയാണ്, അതിൻ്റെ പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. അതായത് എന്ത് രീതിയിലാണ് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആന്തൂറിയത്തിനെ സംബന്ധിച്ചിടത്തോളം സക്കേഴ്സ് ആണ് മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ആന്തൂറിയത്തിനും ഓർക്കിഡ്സിനും നമ്മളൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷനാണ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള, ഏറ്റവും എക്കണോമിക്കലിയും ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ, അതായത് ടിഷ്യൂ കൾച്ചറാണ്. അതുപോലെ ഇതുപോലെ ഓരോ ക്രോപ്പിനും ഉണ്ട് ഏതാണ് പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ അതിൻ്റെ കൾട്ടിവേഷനിൽ എന്തെങ്കിലും ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വേണം. ഇപ്പോൾ ആന്തൂറിയത്തിൻ്റെ കേസ് എടുത്താൽ അതിനകത്ത് അറ്റ്മോസ്ഫിയർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60% വേണമെന്നും അറ്റ് ടെമ്പറേച്ചർ ഓഫ് 18 to 28 degrees Celsius എന്നും, പിന്നെ സമ്മർ സീസണിൽ നോട്ട് ലെസ് ദാൻ 20 to 30% ലൈറ്റ് വേണം എന്നെല്ലാം POPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കേരള കണ്ടീഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള 2 ക്രോപ്സ് എന്നുള്ള രീതിയിൽ ആന്തൂറിയത്തിൻ്റെയും ഓർക്കിഡിൻ്റെയും കുറേ വെറൈറ്റീസ് POPയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആന്തൂറിയത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഇത് ട്രോപ്പിക്കൽ എന്ന് പറയുന്ന റെഡ് കളർ ഇതുള്ള സ്പെയ്ത്തുള്ള വെറൈറ്റിയാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് POPയിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കണം. പിന്നെ ആന്തൂറിയത്തിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് എന്നുള്ളത്. അതായത് ഏതാണ്ട് 1/4 ഓഫ് ദി ഫ്ലവേഴ്സ് ഓപ്പൺ ആവുമ്പോഴാണ് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്, സ്പാഡിക്സിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് എന്നുള്ളത്. അത് POPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും ഉണ്ട് ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സും ഉണ്ട്. ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് POPയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ക്രോപ്പ് ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സ് വളരെ വലിയ, ഓർക്കിഡേസി എന്ന് പറയുന്ന വളരെ വലിയൊരു ഫാമിലിയിൽപ്പെട്ട ക്രോപ്പാണ്. അതിനകത്ത് ഒരുപാട് ജീനസുകളും ഇന്റർജനറിക് ക്രോസുകളും അങ്ങനെ ഒരുപാട് സ്പീഷീസുകളും ഒരുപാട് വെറൈറ്റികളും ഉണ്ട്. നമ്മുടെ കേരള കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഡെൻഡ്രോബിയം എന്ന് പറയുന്ന ജീനസാണ്. അതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ കളർ അനുസരിച്ചെല്ലാം POPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഓർക്കിഡ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിനകത്ത് തന്നെ മോണോപോഡിയൽസ്, സിംപോഡിയൽസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഓർക്കിഡ്സിനെ. മോണോപോഡിയൽ ഓർക്കിഡ്സിനകത്ത് വരുന്നത് അരാക്കിനിസ്, വാൻഡ, ഫെലനോപ്സിസ് ആണ് വരുന്നത്. അരാക്കിനിസ്, വാൻഡ ആൻഡ് ഫെലനോപ്സിസ് ഇത്രയും മോണോപോഡിയൽ ഓർക്കിഡ്സ് ആണ്. പിന്നെ വരുന്നത് സിംപോഡിയൽ ഓർക്കിഡ്സ്. സിംപോഡിയൽ ഓർക്കിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ ആൻഡ് ഒൻസീരിയം. ഇത്രയാണ് സിംപോഡിയൽ ഓർക്കിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക, മോണോപോഡിയൽ ഓർക്കിഡ്സ് ഏതൊക്കെയാണെന്നും സിംപോഡിയൽ ഓർക്കിഡ്സ് ഏതൊക്കെയാണെന്നും. ഇനി അടുത്ത ക്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ജാസ്മിൻ ആണ്. ജാസ്മിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് സ്പീഷീസുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഒരു 2-3 എണ്ണമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജാസ്മിനം ഓറിക്കുലേറ്റം, പിന്നൊന്ന് ജാസ്മിനം സംബാക്ക്, പിന്നൊന്ന് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. ഈ മൂന്നിൻ്റെയും കൾട്ടിവേഷൻ ആസ്പെക്ട്സും പ്ലാന്റിംഗ് ഡിസ്റ്റൻസും എല്ലാം ഈൽഡ് എല്ലാം POPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൻ്റെ വെറൈറ്റീസും അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് ഗ്ലാഡിയോളസ് ആണ്. ഗ്ലാഡിയോളസ് എന്ന് പറയുന്നത് ഒരു ബൾബസ് ഓർണമെൻ്റൽ ആണ്. ഗ്ലാഡിയോളസിൻ്റെ കട്ട് ഫ്ലവർ എന്നുള്ള രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ഗ്ലാഡിയോളസ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ ഏതാണെന്നുള്ളതാണ്.
കോംസ് ആൻഡ് കോമൽസ് ആണ് ഗ്ലാഡിയോളസിൻ്റെ ഏറ്റവും പ്രധാനം. ആ ഒരു പോയിന്റ് മറക്കുകയോ ചെയ്യരുത്. പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ ഓഫ് ഗ്ലാഡിയോളസ് എന്ന് പറയുന്നത് കോംസ് ആൻഡ് കോമൽസ് ആണ്. ഇതിനകത്ത് നിന്ന് ഏറ്റവും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് ഇതാണ് കാണുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ക്രോപ്പ്, പിന്നെ വെറൈറ്റീസ് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് ട്യൂബറോസ് ആണ്. ട്യൂബറോസ് എന്ന് പറയുന്നതും ഒരു ബൾബസ് ഓർണമെൻ്റൽ ആണ്. അതിൻ്റെയും പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ബൾബ്സ് ആണ് ട്യൂബറോസിൻ്റെ പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ വരുന്നത്. ട്യൂബറോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കട്ട് ഫ്ലവർ എന്നുള്ള രീതിയിലും ഒരു ലൂസ് ഫ്ലവർ എന്നുള്ള രീതിയിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. കാര്യം അതിൻ്റെ സിംഗിൾ ഫ്ലവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഗാർലൻഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ അതിനെ ഡബിൾ ഫ്ലവേഴ്സിനെ കട്ട് ഫ്ലവർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിനും എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ IHR എന്നൊക്കെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഓവറോൾ ഫ്ലോറിക്കൾച്ചറിൽ നോക്കുമ്പോൾ. ഇപ്പം മാച്ച് ദി ഫോളോയിങ് ആയിട്ടായിരുന്നാലും മാച്ച് ദി റോങ് ഫൈൻഡ് ഔട്ട് ദി റോങ് പെയർ എന്ന് ചോദിച്ചാലും അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ വരുന്നത് ക്രൊസാൻഡ്രയാണ്. ക്രൊസാൻഡ്രയും മെൻഷൻ ചെയ്തിട്ടുണ്ട് POP-യുടെ ക്രൊസാൻഡ്ര. അതിനകത്ത് വരുന്ന ഡൽഹി ക്രൊസാൻഡ്ര എന്ന് പറയുന്ന ക്രൊസാൻഡ്രയാണ് ബാക്കി ക്രൊസാൻഡ്ര വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഡൽഹി ക്രൊസാൻഡ്ര ട്രിപ്ലോയിഡാണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഡൽഹി ക്രൊസാൻഡ്ര മാത്രം ട്രിപ്ലോയിഡാണ്. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള ഒരു പോയിന്റ്. ഇനി വരുന്നത് മാരിഗോൾഡാണ്. മാരിഗോൾഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മാരിഗോൾഡ് ഉണ്ട്. ഒന്ന് ആഫ്രിക്കൻ മാരിഗോൾഡ്, പിന്നെ ഒന്ന് ഫ്രഞ്ച് മാരിഗോൾഡ്, പിന്നെ റെഡ് ആൻഡ് ഗോൾഡ് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. അതായത് ആഫ്രിക്കൻ ആൻഡ് ഫ്രഞ്ച് മാരിഗോൾഡിൻ്റെ ക്രോസ്, അതാണ് റെഡ് ആൻഡ് ഗോൾഡ് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിലും വരുന്ന എക്സാമ്പിൾസ്, അതായത് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. മാരിഗോൾഡിൻ്റെ കാര്യത്തിൽ അതാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ വരുന്ന ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് ചൈന ആസ്റ്ററാണ്. ചൈന ആസ്റ്ററിൻ്റെ ജസ്റ്റ് കുറച്ചേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഏതൊക്കെയാണ് വെറൈറ്റീസ് എന്നുള്ളതും അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ആണ് POP-യിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ്. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ POP-യിൽ മെൻഷൻ ചെയ്യാത്തതും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് റോസ്. റോസിനെ പറ്റി പറയുകയാണെങ്കിൽ റോസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് റോസ്, അതായത് ഹൈബ്രിഡ് ടീസ്, ഫ്ലോറിബണ്ടാസ്, ക്ലൈംബിംഗ് റോസസ്, അങ്ങനെ ഒരു കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് വരുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ റോസിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ അഡിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഓഫ് റോസ് അറിഞ്ഞിരിക്കുക. അതായത് റോസ് ഓയിൽ, ഗുൽഖണ്ഡ്, പങ്കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. ഗുൽഖണ്ഡ് എന്ന് പറയുന്നത് റോസിൻ്റെ പെറ്റൽസും ഷുഗറും 1:1 റേഷ്യോ, അതായത് ഈക്വൽ റേഷ്യോയിൽ പ്രിസർവ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത്, അതാണ് ഗുൽഖണ്ഡ് എന്ന് പറയുന്നത്. ലാക്സേറ്റീവ് ആണ്, അത് എഡിബിൾ ആണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതായിട്ട് തന്നെ കഴിക്കുന്നുമുണ്ട്, അതുപോലെ പല ഫുഡ് പ്രോഡക്ട്സിനകത്തും ഒക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഗുൽഖണ്ഡ്. അതുപോലെ റോസ് വാട്ടർ, ഇതെല്ലാം റോസിൻ്റെ. പിന്നെ റോസ് ഹിപ്സ്, റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. റോസ് ഹിപ്സ് എന്താണ്? റോസ് ഹിപ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് റോസ് ആണ്. റോസിൻ്റെ ഫ്രൂട്ടാണ് റോസ് ഹിപ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ C വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ റോസ് ഹിപ്സ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഈ കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയും കൂടെ ഒന്ന് പഠിക്കണം. ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എല്ലാ ക്രോപ്പിനും ഇല്ല, എന്നാലും കുറേ ക്രോപ്സിനുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോസിന് ബ്ലൈൻഡ് വുഡ്, ബ്ലാക്കനിങ്, അങ്ങനെയുള്ള ബുൾ ഹെഡ്സ്, അങ്ങനെയൊക്കെയുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പം കാർണേഷൻ എടുക്കുകയാണെങ്കിൽ കാർണേഷന് കാലിക്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ഉണ്ട്. അതുപോലെ സ്ലീപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ഉണ്ട്. അതുപോലെ ക്രൈസാന്തിമത്തിനുണ്ട് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്താണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ആ റീസണും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ്റെ ആസ്പെക്ട്സും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് കൊമേഴ്ഷ്യലി ഈ പറയുന്ന ഹൈ വാല്യൂ ക്രോപ്സ് ആണ് ഈ ഗ്ലാഡിയോളസ്, റോസ്, ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനിൽ വളർത്തുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഈൽഡ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് തന്നെയാണ് അതിലും വരുന്നത്. പക്ഷേ അതിൻ്റെ അതായത് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഇത്രയും ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ 3 കാര്യങ്ങളുടെ റേഞ്ച് അറിഞ്ഞിരിക്കുക.
അതാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനിൽ വരുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനിൽ വരുമ്പോഴും പെസ്റ്റ് ആൻഡ് ഡിസീസസിൻ്റെ ഒക്കറൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് കൺട്രോൾഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ ഫ്ലവർ ക്രോപ്സിന് അധികമായിട്ട് അങ്ങനെ പെസ്റ്റ് ആൻഡ് ഡിസീസസ് ഇല്ല, എന്നാലും റോസിനൊക്കെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ ഡൈബാക്ക് എന്ന് പറയുന്നത് റോസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അപ്പോൾ അതുപോലെ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പെസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിസീസസ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫ്ലോറിക്കൾച്ചർ, അതായത് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സിൻ്റെ കൾട്ടിവേഷൻ എന്നുള്ള ഇതിനകത്ത് പറയാനുള്ളത്. അടുത്ത് വരുന്ന ടോപ്പിക്ക് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നൗഡേയ്സ് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗാർഡൻ എന്ന് പറയുന്നതാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അതിനകത്ത് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഗാർഡനകത്ത് ഒരുപാട് ലിവിങ് കോമ്പോണൻസ്, നോൺ ലിവിങ് കോമ്പോണൻസ് കാണും. ലിവിങ് കോമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് എടുത്ത് പഠിക്കും. അതായത് ഷ്രബ്സ്, ഹെർബ്സ്, ആനിമൽസ്, പിന്നെ അതായത് ട്രീസ്, ഡിഫറെൻറ്റ് ട്രീസ്, അങ്ങനെ പഠിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് എക്സാമ്പിൾസ് തന്നെയാണ്. ഈ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് വെച്ച് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഫ്ലവർ കളർ ഓർത്തിരിക്കും. ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഇപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊഡ്യൂസിങ് യെല്ലോ ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണമല്ലോ. ട്രീസിൻ്റെ കേസിലും അങ്ങനെയുണ്ട്. ഫ്ലവറിങ് ട്രീസിൽ തന്നെ പല കളർ ഫ്ലവേഴ്സ് ഉള്ള ട്രീസ് ഉണ്ട്. അപ്പോൾ അത് ഏത് കളറാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഉള്ളൊരു പോയിൻ്റാണ് ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി. ക്ലൈംബേഴ്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ക്ലൈംബേഴ്സിനെല്ലാം പ്രത്യേകതരം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ ക്ലൈംബ് ചെയ്യാൻ സഹായിക്കുന്ന സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ടെൻഡ്രിൽസ് ഉള്ളതുണ്ട്, തോൺസ് ഉള്ളതുണ്ട്. ഇപ്പോൾ ടെൻഡ്രിൽസ് ഉള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ആൻറ്റിഗണോൺ ലെപ്റ്റോപ്പസ് എന്ന് പറയുന്ന പർപ്പിൾ കളറുള്ള പൂക്കളിൽ അവയ്ക്ക് ടെൻഡ്രിൽസ് ആണ്. അത് ആണ് അതിൻ്റെ ക്ലൈംബിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റോസസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈംബിംഗ് റോസസിനെ സംബന്ധിച്ചിടത്തോളം തോൺസ് ആണ് അതിൻ്റെ ക്ലൈംബിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫൈക്കസ് റപ്പൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതായത് നമ്മൾ മതിലിലൊക്കെ ഇങ്ങനെ പടർന്നു വന്ന പ്ലാന്റാണ് ഫൈക്കസ് റപ്പൻസ്. അതിന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആണ് അതിൻ്റെ ആ സ്പെഷ്യൽ സ്ട്രക്ചർ അതിനെ ക്ലൈംബ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് ചില ടേംസ് ഉണ്ട് ഈ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ഒന്ന് കാർപ്പറ്റ് ബെഡിങ്. എന്താണ് കാർപ്പറ്റ് ബെഡിങ് എന്ന് പറയുന്നത്? ഒരേ ഹൈറ്റിൽ, അതായത് ഒരു പ്രത്യേക ഇൻ്റർവെല്ലിന് നമ്മൾ കുറേ പ്ലാന്റ്സിനെ ഒരുമിച്ച് ക്ലോസ് ആയിട്ട് നടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ട്രിം ചെയ്യും. ആ ട്രിം ചെയ്യുന്നത് ഇൻ ദ ഷേപ്പ് ഓഫ് ആൽഫബെറ്റ്സ് ആവാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാം. അങ്ങനെ അതായത് ഇപ്പം 1976 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ താഴെ ഇങ്ങനെ എഴുതുകയാണ്. കേരള രാജ്ഭവൻ എന്നൊക്കെ താഴെ ഇങ്ങനെ വെട്ടി പ്ലാന്റ്സിനെ വെട്ടി ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വെക്കുന്ന അതിനെയാണ് കാർപ്പറ്റ് ബെഡിങ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഇത് ഫെമിലിയർ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളാണ്. പിന്നെ ഒരെണ്ണമാണ് ടോപ്പിയറി. ടോപ്പിയറി നമുക്ക് പൊതുവെ അറിയായിരിക്കും. നമ്മൾ വലിയ വലിയ ഗാർഡൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പിൽ വലിയ രീതിയിൽ ഇങ്ങനെ പ്ലാന്റ്സിനെ വെട്ടി ഷേപ്പ് ചെയ്ത് ഒരു സ്ട്രക്ചറാക്കി നിർത്തിയേക്കും. അതായത് ഇതൊരു 3D എഫക്റ്റാണ്. അതാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കുക. അത് ഈ ഗാർഡനിങ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ്. പിന്നെ എക്സാമ്പിൾസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് കളേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് പഠിക്കണം എന്നുള്ളതിന് പുറമെ ട്രീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ബേസ്ഡ് ഓൺ ഷേപ്പ്, അങ്ങനെ അതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ട്രീസ് ഉണ്ട്. പൊല്യൂഷൻ കൺട്രോളിങ് ട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതായത് ഡസ്റ്റ് ട്രാപ്പ് ചെയ്യുന്ന ട്രീസും ഉണ്ട്, അല്ലാതെ ഗ്യാസസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതായത് സൾഫർ ഡയോക്സൈഡ് ന്യൂട്രലൈസ് ചെയ്യുന്ന ട്രീസ്, അങ്ങനെയൊക്കെ പറയുന്ന ട്രീസ്. പിന്നെ സൗണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ട്രീ, അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ മാംഗോ. സൗണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ട്രീ ആണ്. അതുപോലെ ഡസ്റ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ട്രീ ഉണ്ട്. കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ട്രീസ് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ആ എക്സാമ്പിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്റ്റൈൽസ് ഓഫ് ഗാർഡനും ടൈപ്സ് ഓഫ് ഗാർഡനും. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഗാർഡൻസിൽ ടൈപ്സ് ഓഫ് ഗാർഡൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. സ്റ്റൈൽസ് ഓഫ് ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് സ്റ്റൈൽസ് ഓഫ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമൽ ഗാർഡൻസ്, ഇൻഫോമൽ ഗാർഡൻസ്, പിന്നെ ഫ്രീ സ്റ്റൈൽ ഗാർഡൻസ് ആൻഡ് വൈൽഡ് ഗാർഡൻസ്.
അത് പേര് കേൾക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റാലിയൻ ഗാർഡൻസ്, പേർഷ്യൻ ഗാർഡൻസ്, മുഗൾ ഗാർഡൻസ്, ഇംഗ്ലീഷ് ഗാർഡൻസ്, ജാപ്പനീസ് ഗാർഡൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഗാർഡൻസ് ഉണ്ട്. ഇതിലെ ഓരോന്നിനെയും ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുഗൾ ഗാർഡൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ബാരാദാരി. ബാരാദാരി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മുഗൾ ഗാർഡൻ ആണ്. ബാരാദാരി ഒരു 12 ഓപ്പൺ ഡോഴ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇത്രയും ബാരാദാരിയെ പറ്റി അറിയേണ്ടതുള്ളൂ അതിനകത്ത്. ഓക്കെ, പിന്നെ ടെറസസ്, റണ്ണിങ് വാട്ടർ, ഇതെല്ലാം മുഗൾ ഗാർഡനിൻ്റെ ഒരു ഫീച്ചറാണ്. അതുപോലെ ഇപ്പോൾ ഇംഗ്ലീഷ് ഗാർഡൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലോൺസ്, ഹെർബേഷ്യസ് ആനിമൽസ്, ഇത്രയാണ് മുഗൾ ഗാർഡൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് തന്നെ ജാപ്പനീസ് ഗാർഡൻസും ഇംഗ്ലീഷ് ഗാർഡൻസും ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ബാക്കിയുള്ള ഗാർഡൻസ്, അതായത് പേർഷ്യൻ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, അങ്ങനെയുള്ള ഗാർഡൻസ് എല്ലാം ഫോർമൽ ഗാർഡൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇംഗ്ലീഷ് ഗാർഡനും ജാപ്പനീസ് ഗാർഡനും ഇൻഫോർമൽ ഗാർഡൻ ആണ് എന്നുള്ളത് മറക്കാതിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഫേമസ് ഗാർഡൻസ് ഇൻ ഇന്ത്യ നോക്കാനുണ്ട്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽബാഗ് ബാംഗ്ലൂരിലുള്ള ആ ഗാർഡനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഉള്ളത് ഫ്ലോറൽ ക്ലോക്ക് ഉള്ളത് ലാൽബാഗിൽ മാത്രമാണ്. പിന്നെ വരുന്നത് ബൃന്ദാവൻ ഗാർഡൻ, ബിഗ്ഗസ്റ്റ് ഫോർമൽ ഗാർഡൻ എന്ന് പറയുന്നത് ബൃന്ദാവൻ ഗാർഡനെയാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഉള്ളത് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണ്. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉള്ള ഒരു ഗാർഡനാണ് ബൃന്ദാവൻ ഗാർഡൻ. അതുപോലെ റോഷ്നാര പാർക്ക് എന്ന് പറയുന്ന റോഷ്നാര പാർക്ക് അല്ലെങ്കിൽ റോഷ്നാര ബാഗ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണുള്ളത്. ഫസ്റ്റ് ജാപ്പനീസ് സ്റ്റൈൽ ഗാർഡൻ ഇന്ത്യയിലുള്ളത് റോഷ്നാര പാർക്കാണ്. ഓക്കെ, ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ കുറച്ച് ഗാർഡൻസ് ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും ഇപ്പോൾ അതിൻ്റെ സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നും ഒന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, ഇതാണ് മെയിനായിട്ടും ഗാർഡനിങ്ങിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഇനി വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ലോൺ എന്ന് പറയുന്നത്. ലോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലാൻഡ്സ്കേപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ലോണിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ഹാർട്ട് ഓഫ് എ ഗാർഡൻ എന്നാണ് ലോണിനെ പറയുന്നത്. ലോണിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ലോൺ ഗ്രാസസ് വരുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കുക. അതായത് അതിൻ്റെ തന്നെ 2 കാറ്റഗറി ഉണ്ട്, വാം സീസൺ എന്നും കൂൾ സീസൺ എന്നും. ഇപ്പം വാം സീസൺ ഗ്രാസസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കൂൾ സീസൺ ഗ്രാസസ് നമ്മുടെ ക്ലൈമറ്റിന് യോജിച്ചതല്ല. എന്നാലും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഇപ്പം സൈനഡോൺ ഡാക്റ്റിലോൺ എന്ന് പറയുന്ന ഹരിയാലി അല്ലെങ്കിൽ ഡൂബ് ഗ്രാസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ലോൺ ഗ്രാസ് എന്ന് പറയുന്നത് സൈനഡോൺ ഡാക്റ്റിലോൺ അല്ലെങ്കിൽ ഹരിയാലിയാണ്. അതൊരു വാം സീസൺ ഗ്രാസ് ആണ്. ഇതിന് പുറമെ ബുഫല്ലോ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഗ്രാസസ് ഉണ്ട് വാം സീസൺ ഗ്രാസസ് ആയിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ ലോണിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടത് പ്ലാന്റിങ് മെത്തേഡ്സ് ആണ്. അതായത് ലോൺ പ്ലാന്റ് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡാണ് സീഡിങ്, പിന്നെ ഒരു മെത്തേഡാണ് ഡിബ്ലിങ്, പിന്നെ ഒരു മെത്തേഡാണ് ടർഫിങ്, പിന്നെ ഒരു മെത്തേഡ് ടർഫ് പ്ലാസ്റ്ററിങ്. ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഏറ്റവും നല്ലത്, ഏത് മെത്തേഡാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഏത് മെത്തേഡാണ് ഏറ്റവും ചീപ്പസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് ഇൻ്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. അതായത് ഈ ലോൺ എന്ന് പറയുന്നത് വളരെ ഹൈ മെയിൻ്റനൻസ് ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് ഇൻ്റർകൾച്ചറൽ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ മാനുവറിങ്, റേക്കിംഗ്, സ്ക്രേപ്പിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വരുന്നത് ലോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഡെഫിഷ്യൻസീസും പിന്നെ അതുപോലെ പെസ്റ്റ് ആൻഡ് ഡിസീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കാം. പിന്നെ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഒരു വളരെ ചെറിയ ടോപ്പിക്കാണ്. അതായത് ഈ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്, നമ്മൾ ഡെക്കറേഷൻ പർപ്പസിന് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, അതിനെയാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, ഈസ്റ്റേൺ സ്റ്റൈലുണ്ട്. വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുന്നതാണ് മോഡേൺ, അതായത് നമ്മൾ സാധാരണ കാണുന്ന സർക്കുലർ, ട്രയാങ്കുലർ, എസ് ഷേപ്പ്, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വെസ്റ്റേൺ സ്റ്റൈലാണ് വരുന്നത്. വേറൊരു സ്റ്റൈലാണ് ഈസ്റ്റേൺ സ്റ്റൈൽ, അല്ലെങ്കിൽ അത് ട്രഡീഷണൽ സ്റ്റൈലാണ്. അതാണ് പഴയ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേര്, ഈ ഈസ്റ്റേൺ സ്റ്റൈലിനെ ഇക്കെബാനാസ് എന്ന് പറയുന്നുണ്ട്.
ഇക്കേബാനാസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്കേബാനാസ് ഉണ്ട്. അതിനകത്ത് തന്നെ മൊറിബാന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പിന്നെ മൊറിമോണോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പിന്നെ നഗേർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇതിനകത്ത് മൊറിബാന എന്ന് പറയുന്നത് ഷാലോ കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് മൊറിബാന എന്ന് പറയുന്നത്. പിന്നെ ഈ അറേഞ്ച്മെൻറ്റ്സിന് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കൂടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൊറിമോണോസ് എന്ന് പറയുന്നത്. പിന്നെ ടോൾ കണ്ടെയ്നേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് നഗേഴ്സ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളാണ് ഫ്ലോറിക്കൾച്ചറൽ ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെറൈറ്റീസ് അറിഞ്ഞിരിക്കണം. കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും വെറൈറ്റീസിനെ പറ്റി, അതായത് ഇപ്പം 1-2 വെറൈറ്റീസ് തന്നിട്ട് അത് ഏത് ക്രോപ്പിൻ്റെ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ദി റോങ്ലി മാച്ച്ഡ് പെയർ എന്ന് ചോദിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉള്ളത്, ട്യൂബറോസിൻ്റെ സയൻറ്റിഫിക് നെയിം ആക്ച്വലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അഗേവ് അമിക്ക എന്നാണ് പുതിയതായിട്ടുള്ള സയൻറ്റിഫിക് നെയിം. പക്ഷേ POP അത് അവർ കറക്റ്റ് ചെയ്തിട്ടില്ല. അഗേവ് അമിക്ക എന്നാണ് ട്യൂബറോസിൻ്റെ സയൻറ്റിഫിക് നെയിം. അത് പുതിയതായിട്ട് വന്നതാണ്. അത് ഞാൻ നേരത്തെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലോറിക്കൾച്ചറൽ ലാൻഡ്സ്കേപ്പിങ്ങിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാനുള്ളത്. ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.